ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ അട്ടപ്പാടിയുടെ തലയെടുപ്പും അഹങ്കാരമൊക്കെ ആയ ഭവാനിയിലാണ് കേട്ടോ. ചാവടിയൂർ പാലത്തിന് താഴെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഏപ്രിൽ 13 തീയതി. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഭവാനിയുടെ അവസ്ഥ ഉണ്ടോ ഇതാണ് കേട്ടോ. ഫുള്ള് വറ്റി. ഈ ചാവടിയൂർ പാലത്തിൻ്റെ താഴത്തേക്കുള്ള നീരൊഴുക്ക് നിന്നേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് വെള്ളം ഒലിച്ചു പോകുന്നതന്നല്ല. ഇത് ഇവിടെ വെച്ചിട്ട് ഭവാനി ഇപ്പോൾ അവസാനിക്കുകയാണ്. കാലൊക്കെ ഒരുപാട് മാറി. എത്ര വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ഒരു പുഴയാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു പാലം വരെ മാത്രമേ വെള്ളമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് വെള്ളം ഒഴുകുന്നില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആകെ പുഴ. ഇപ്പോൾ നമ്മുടെ ചെമ്മണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന ആ ഭാഗമാണിത്. ഇത്ര വെള്ളമല്ലോ കേട്ടോ. ഇവിടെ ഒരു കുഴിയാണ്. ആ കുഴിയിൽ നിൽക്കുന്ന വെള്ളമാണ് ഇതിട്ടത്. ബാക്കി സ്ഥലമൊക്കെ ഇതാണ്. ഒക്കെ ഉണങ്ങി വറ്റിപ്പോയി കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ മാത്രം ഇതേമാതിരി കുറച്ച് കുണ്ടുകൂടി ഭാഗമായതുകൊണ്ട് കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ കുറച്ച് കുണ്ടുള്ള ഭാഗമാണ്. പാലത്തിൻ്റെ താഴത്ത് നേരെ അടിയിൽ കുണ്ടുണ്ടാവുമല്ലോ, ആ ഭാഗത്തും അതുമാതിരി കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴത്തേക്ക് വെള്ളം പോകണില്ല. അതാ ഈ ഒരു കാണുന്ന ഈ ഒരു ചാലാണ് വെള്ളം താഴത്തേക്ക് ഒഴുകുന്നത്. നമുക്ക് ഏകദേശം ഇവിടെ ചാവടിയൂർ പാലത്തിനടിയിൽ വെച്ച് ഭവാനി അവസാനിക്കുകയാണെന്ന് പറയാൻ പോവാണെങ്കിൽ ഈ ഒരു വെള്ളമേ ഉള്ളൂ. മൊത്തം വറ്റിട്ടോ. ഫുള്ള് വറ്റിപ്പോയിക്കണം. കണ്ടില്ലേ, ഭയങ്കര ചൂടാണല്ലോ. അതുകൊണ്ട് വെള്ളമൊന്നും ഒരുപാട് നിന്നില്ല. ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അപ്പർ ഭവാനി തുറന്നു വിട്ടിട്ടാണ് ഈ ഭവാനിത്തെ കുടിവെള്ളം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഭവാനി അന്ന് തുറന്നു വിട്ടിരുന്നു കേട്ടോ, അപ്പർ ഭവാനി. പക്ഷെ ഇപ്രാവശ്യം അതുണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അപ്പർ ഭവാനിലും തീരെ വെള്ളമില്ലാത്തത്. അതുകൊണ്ട് ഡാം തുറന്നു വിടാൻ ചാൻസ് ഇല്ല എന്നാണ് കേട്ടോ ഇവിടെ ആൾക്കാർ പറയുന്നത് കേട്ടിരുന്നേ. എന്താവും എന്തോ, നമുക്ക് നോക്കിയിരുന്ന് കാണാൻ. എന്തായാലും വേഗം 1-2 മഴ കിട്ടിയിരുന്നുവെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ നമുക്കായിരുന്നു. തടയണമില്ലാതെ ഈ വെള്ളം മൊത്തം ഒഴുകി പോകുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമുക്കിവിടെ.